കനത്ത മഴയും നദിയിൽ അടിയൊഴുക്കും മൂലം ട്രെക്ക് ഉണ്ടെന്ന് കരുതുന്ന സ്പോട്ട് 3-ൽ നേവി ഡൈവർമാർക്ക് ഇനിയും ഡീപ് ഡൈവ് സാധ്യമായിട്ടില്ല. വൈകിട്ട് ചേരുന്ന ഉന്നതതല യോഗത്തിൽ തുടർ തിരച്ചിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമെന്ന് MK രാഘവൻ MP 24-നോട് പറഞ്ഞു. ഷിരൂരിലെ ദുരന്ത മേഖലയിൽ നിന്ന് S. ശ്രീകാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. നിലവിൽ ഞാൻ നിൽക്കുന്നത് അർജുനെ കാണാതായ ആ ദുരന്ത ഭൂമിയിലാണ്. കേരളക്കരയെ ഒന്നാകെ കരയിച്ച ആ ദുരന്ത ഭൂമിയിലാണ്. ഈ ദൃശ്യങ്ങളിൽ നമ്മളിപ്പോൾ കാണുന്നത് ഈ നേവി സംഘം അതോടൊപ്പം NDRFന്റെ സംഘവും അർജുന് വേണ്ടി നദിയിൽ തിരച്ചിൽ നടത്തുന്നു എന്നുള്ളതാണ്. അവിടെ ക്യാബിൻ അർജുൻ ഓടിച്ചിരുന്ന ഭാരത് ബെൻസിന്റെ ക്യാബിൻ ഏതു വിധേനയെങ്കിലും കണ്ടെടുക്കാൻ സാധിക്കുമോ എന്നുള്ള തിരച്ചിലാണ് നേവി NDRF സംഘം ഇപ്പോഴും ഉള്ളത്. ഇതുവരെയും അവർക്ക് അതിന് സാധിച്ചിട്ടില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണം അവിടെ വലിയ അടിയൊഴുക്ക് ഈ ഗംഗാവാലി പുഴയിൽ നദിയിൽ ഉണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ അതിന്റെ മുകൾ പരപ്പ് ഇങ്ങനെ ശാന്തമായി ഒഴുകുന്നു എന്നേ ഉള്ളൂ. അടിവശത്തേക്ക് പോകുമ്പോൾ വലിയ ഒഴുക്കുണ്ട് എന്നുള്ളതാണ് നേവി സംഘം പറയുന്നത്. ഏതാണ്ട് 7 knots ആണ് ഈ പ്രദേശത്ത് ഇപ്പോൾ ഈ ഗംഗാവാലി പുഴയുടെ അടിയൊഴുക്ക് എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിൽ ഒരു കാരണവശാലും നേവി NDRF ഡൈവർമാർക്ക് അകത്തേക്ക് പോയി ഈ 3-ാം സ്പോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ആ ട്രക്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന സ്ഥലത്തേക്കെത്തി എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് വസ്തുത. ഇനിയിപ്പോൾ അഭിലാഷ് ഈ ഭാഗത്തേക്ക് ഒന്ന് ക്യാമറ ചലിപ്പിച്ചാൽ ഈ കാണുന്നത് 2ാമത്തെ ഒരു അന്വേഷണമാണ്. അത് ഇങ്ങനെ വിവരിക്കാം അതിനെ. ആ ഭാഗത്ത് ഇപ്പോൾ ആ എക്സ്കവേഷൻ നടക്കുന്ന ഭാഗത്ത് ലക്ഷ്മണന്റെ ചായക്കടയുണ്ടായിരുന്നു. അവിടെ 8 പേർ ഈ അപകടം നടക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ കയറി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഭക്ഷണം കഴിക്കാൻ കയറിയവരുടെ കൂട്ടത്തിൽ അർജുനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നിലവിൽ ഈ കാർവാർ MLAയും അതോടൊപ്പം SP-യും കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച അങ്ങനെ ഒരു സംശയം അവർക്കുണ്ട്. അർജുൻ ഉണ്ടായിരുന്നു എന്നവർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ സംശയത്തിന് നിവൃത്തി വരുത്താനാണ് അവരിപ്പോൾ ഈ പരിശോധന ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള റിമൈൻസ് ഇവിടെ നിന്നും കിട്ടുമോ ആ പരിശോധനയാണ് ഇവിടെ നടക്കുന്നത്. അതിൽ അന്തിമ തീരുമാനം ഇന്ന് തന്നെ ഉണ്ടായേക്കും എന്ന് കരുതുന്നുണ്ട്. ഇനി അഭിലാഷ്, ഈ ദുരന്തത്തിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കാണുന്ന മല കാണുമ്പോഴാണ്. ഇതാണ് ഷിരൂർ കുന്നുകൾ. ഈ ഷിരൂർ കുന്നുകൾ ഒന്നാകെ ഇടിഞ്ഞിറങ്ങി ഈ റോഡിലേക്ക് വരികയും ഈ റോഡിലൂടെ ഈ കാണുന്ന ഈ ഷിരൂർ കുന്നുകൾ ഒന്നാകെ ഇടിഞ്ഞിറങ്ങി ഈ റോഡിലേക്ക് എത്തി. ഈ റോഡിൽ നിന്നും നേരെ താഴേക്ക് ഗംഗാവാലി പുഴയിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതാണ് അക്ഷരാർത്ഥത്തിൽ ഇവിടെ നടന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി കാണിച്ച് നമുക്ക് കാര്യങ്ങൾ അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. ആ നേരെ കാണുന്ന ഒരു വെള്ളച്ചാട്ടം, ആ വെള്ളച്ചാട്ടമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട, ഇവിടെ വാഹനം നിർത്താനും ഇവിടെ നിർത്തി ഭക്ഷണം കഴിക്കാനും ഒക്കെ തന്നെ ഡ്രൈവർമാരെ പ്രേരിപ്പിച്ചിരുന്ന ഘടകം. ആ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി കുളിച്ച് ശരീരശുദ്ധിയൊക്കെ വരുത്തി പിന്നീട് ഈ ലക്ഷ്മണന്റെ കടയിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഇവിടെ ലോറി ഡ്രൈവർമാർ നിത്യേന സ്ഥിരം ചെയ്തിരുന്ന കാര്യം. അതിനുവേണ്ടി അർജുൻ ഇറങ്ങിയോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഇപ്പോൾ MK രാഘവൻ കൂടി നമ്മളോടൊപ്പം തോന്നുന്നു. സർ, ഇന്നത്തെ ഈ തിരച്ചിൽ കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? അല്ല, മിനിഞ്ഞാന്നും ഇന്നലെയുമായി മേജർ ജനറൽ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം വന്നു. കർണാടക ഗവൺമെൻറ് അനുമതിയോടുകൂടി ഈ സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ ലോറി ഉണ്ടെന്ന് കണ്ടെത്തി. ഇനി അവിടെ എത്തുക എന്നുള്ള പ്രശ്നം. ഇപ്പോൾ ഡൈവ് ചെയ്യണമെങ്കിൽ 2 knots മാത്രമേ കഴിയൂ നേവിക്ക്. 3 തന്നെ സാഹസമാണെന്നാണ് പറഞ്ഞു. പക്ഷേ 6 to 8 knots അടിയൊഴുക്കുണ്ട്, അണ്ടർ കറൻസ് ഉണ്ട്. അതിനർത്ഥം നീണ്ടുപോകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെ എത്തുക എന്നുള്ളതാണ് പ്രശ്നം. അവിടെ ക്യാബിനിൽ എത്തി പരിശോധിക്കാൻ പ്രശ്നം. അതിന് എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് വൈകുന്നേരത്തെ മീറ്റിംഗിൽ വെച്ച് തീരുമാനം ഉണ്ടാകും. തീർച്ചയായും അതാണ് വൈകുന്നേരത്തെ മീറ്റിംഗ് ഒരു നിർണായക ഒരു മീറ്റിംഗായി, ഒരു യോഗമായി മാറുന്നത് അതിനാൽ തന്നെയാണ്. കാരണം ഇന്ന് വൈകുന്നേരം നടക്കുന്ന ഇതിനോടകം തന്നെ ട്രക്ക് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അത് 3ാമത്തെ ആ സ്പോട്ട് എന്ന് പറയുന്നത് ട്രക്കുള്ള സ്പോട്ടാണ് എന്ന് കരുതുന്നു. അവിടേക്ക് ഈ ഡൈവർമാർക്ക് എത്തണമെങ്കിൽ, ഡീപ്പ് ഡൈവ് ചെയ്യണമെങ്കിൽ നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധിക്കില്ല. ഇനി എങ്ങനെ ആ ലോറി ഇവിടേക്ക് കരയ്ക്ക് എത്തിക്കും, അല്ലെങ്കിൽ അതിൽ അർജുൻ ഉണ്ടോ ഇല്ലയോ എന്നറിയും തുടങ്ങിയ കാര്യങ്ങൾ അറിയണമെങ്കിൽ വൈകിട്ടത്തെ യോഗത്തിൽ തീരുമാനമെടുക്കണം. എന്തായാലും വൈകിട്ടത്തെ തീരുമാനം നിർണായകമാകും. തുടർന്നുള്ള രക്ഷാപ്രവർത്തനം, രക്ഷാദൗത്യം ആ രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. ക്യാമറാമാൻ അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം S. ശ്രീകാന്ത്, 24 ഷിരൂർ.